നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ, കള്ളം പറയുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കള്ളം പറയുന്നുണ്ടോ, അവരുടെ മനസ്സിൽ എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നുമുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ അരികിലേക്ക് തന്നെ നിങ്ങളെ മാത്രം സ്നേഹിച്ച് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു സ്പെൽ വർക്കാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ മജീഷ്യൻ കാർഡ്, ദ ലവേഴ്സ്, 4 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്ട്രെങ്ത് കാർഡ്, ദ സ്റ്റാർ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് വൺസ്, 10 ഓഫ് വൺസ്, 10 ഓഫ് കപ്സ്, ദ മൂൺ കാർഡ്, 4 ഓഫ് സോർഡ്സ്, 7 ഓഫ് വൺസ്, 2 ഓഫ് വൺസ്, ദ ഫൂൾ കാർഡ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിക്ക് അത് മറ്റാരടുത്തും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവാം. ഇപ്പോൾ സാമ്പത്തികത്തിനെ പറ്റി നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് മറയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ മിക്കപ്പോഴും അസ്വസ്ഥരാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് എന്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവാം അവർ പലപ്പോഴും നിങ്ങൾ പറയുന്നതിനായിരിക്കില്ല ഉത്തരം പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തോ നിങ്ങൾ പറയുന്ന വാക്കുകളിലോ ആയിരിക്കില്ല. മറ്റെന്തോ ഒരു കാര്യം, ഒരു സീരിയസ് മാറ്റർ എപ്പോഴും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ വലിയൊരു കാര്യം തന്നെ സാമ്പത്തികത്തിനെ സംബന്ധിച്ചാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനെ സംബന്ധിച്ചാവാം നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി ചെയ്ത കള്ളങ്ങൾ മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ കള്ളത്തെ അതൊരു സത്യമാക്കി സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സാമ്പത്തിക നഷ്ടം, വലിയ രീതിയിലാണ് ഒരു സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചത്. ആ വ്യക്തി ആ ഒരു സാമ്പത്തിക നഷ്ടത്തെ ചൊല്ലി ട്രാപ്പിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സാമ്പത്തിക നഷ്ടം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെയാണ് ഉണ്ടായത് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക്, ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി സാമ്പത്തിക സഹായം നൽകിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവഡ് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ വ്യക്തി സാമ്പത്തികം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ സ്വർണ്ണമാകാം അത് വാങ്ങിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തിരികെ തരും എന്നും അവർ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വസ്തുവിനെ പറ്റി നിങ്ങൾ അവരോട് ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം അതിന് തരാനില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ പണമാവാം, സ്വർണ്ണമാകാം, ഇത് തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് മിസ്സിങ് ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവാം. അതിനെപ്പറ്റി നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാകാം. അതായത് അത് അവിടെ എവിടെയെങ്കിലും കാണും, നീ വെച്ചതിൻ്റെ കുഴപ്പമായിരിക്കും, നീ മറന്നു പോയതായിരിക്കും. ഇതൊക്കെ വളരെ ഒഴുക്കം മട്ടിൽ പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു അസ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇവർ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തത്. ഈ ഒരു സാമ്പത്തികമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും, പക്ഷെ അവരിൽ നിന്നും അതിപ്പോൾ തിരികെ ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇവിടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ എന്തോ കള്ളം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ഈ ഒരു കാര്യത്തിനെ ചൊല്ലി നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കള്ളം പറയുന്ന കാര്യത്തിനെ ചൊല്ലി, അല്ലെങ്കിൽ അത് പല കാര്യങ്ങളാവാം, സാമ്പത്തികം മാത്രമല്ല പല കാര്യങ്ങളാവാം. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കള്ളം പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിനെ ചൊല്ലിയിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്നും വഴക്കാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും തിരികെ വാങ്ങണം, അല്ലെങ്കിൽ തിരികെ അത് സമ്പാദിച്ച് നിങ്ങൾക്ക് തന്നെ നൽകണം എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണമെന്ന് അവർ ഇപ്പോൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും ഈ ഒരു തേർഡ് പാർട്ടിക്ക് അവർ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും സാമ്പത്തികം വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി അലിവ് വരുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു നോ പറയാത്ത രീതിയിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഇത്രയും മാറി ആ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തത്. ഇപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ചെയ്തതൊക്കെ തെറ്റായി പോയി. ഈ ഒരു തേർഡ് പേഴ്സണിന് സാമ്പത്തികം കൊടുക്കേണ്ടിയിരുന്നില്ല. കാരണം ഇങ്ങനെ കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുക ഇല്ലായിരുന്നു. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമല്ല അവർ സാമ്പത്തികം കൊടുത്തിട്ടുള്ളത്, മറ്റാരുടെയോ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി മറ്റാരുടെയോ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ലോൺ ആകാം. ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവരിപ്പോൾ ശരിക്കും ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രാപ്പിൽ നിന്നും എങ്ങനെ അവർക്ക് രക്ഷ നേടണമെന്ന് അറിയില്ല. കാരണം അവരെ സഹായിക്കാൻ മറ്റാരുമില്ല. അവർ ആരുടെ അടുത്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ വീട്ടുകാരുടെ അടുത്താവട്ടെ, അവരുടെ കൂട്ടുകാരുടെ അടുത്താവട്ടെ, നിങ്ങളുടെ അടുത്താണെങ്കിൽ അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. എങ്ങനെ സാമ്പത്തികം നഷ്ടമായി എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. എങ്ങനെ ഇത്രയും കടം വന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഫേസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സാമ്പത്തികത്തിനൊന്നും ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ വന്ന ഈ ഒരു വൻ ദുരന്തം ആ വ്യക്തിക്ക് എങ്ങനെ തരണം ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എത്ര സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ ഒരു സന്തോഷം ലൈഫിൽ തിരികെ ലഭിക്കുമോ? കാരണം ആ ഒരു സന്തോഷത്തെ പോലും ഇനി തിരികെ ലഭിക്കാത്ത രീതിയിലുള്ളൊരു ദുരന്തമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ കൊടുത്ത സപ്പോർട്ടാണെങ്കിലും സ്നേഹമാണെങ്കിലും അതിനെയൊക്കെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും അനാവശ്യമായിട്ട് സാമ്പത്തികം ചിലവാക്കിയിട്ടില്ല. അതൊക്കെ ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ? അവർ ഈ ഒരു തേർഡ് പാർട്ടിയെ അവർ ഒഴിവാക്കി കളയുമോ? ഇവിടെ ശരിക്കും അവർ ഇപ്പോൾ ഒരു ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തേർഡ് പാർട്ടി ശരിക്കും ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കിയാൽ മതി. സാമ്പത്തികം തിരികെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടമായ എന്തുമാവട്ടെ, സാമ്പത്തികമാവട്ടെ മറ്റെന്തോ ആവട്ടെ, അതിന് തിരികെ ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കിനി പതുക്കനെ സൊസൈറ്റിയിൽ തന്നെ ഒരു ചീത്തപ്പേര് ലഭിക്കും എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ലൈഫിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്
എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ആ ഒരു പഴയ നഷ്ടപ്പെട്ട സന്തോഷകരമായിട്ടുള്ള ആ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്ന് നിങ്ങൾക്കുണ്ടായ മക്കളുമായിട്ടൊക്കെ സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നാണ് ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും കല്യാണം കഴിക്കുന്നതായിരിക്കും. കാരണം അവരുടെ ലൈഫിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുമായിട്ട് ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിതമായിട്ട് അവർക്ക് ഇപ്പോൾ ഉണ്ടായ ആ ഒരു ദുരന്തം പിടിച്ച ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവർ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ ഓരോ ദിവസവും കഴിയും തോറും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് സാമ്പത്തിക മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇനി അവർക്ക് കൊടുക്കാൻ സാമ്പത്തികം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ചവിട്ടി താഴ്ത്തി ഒരു പട്ടിക്ക് തുല്യമാക്കും എന്നുള്ള സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർക്കിപ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതത്തിൽ കൂടിയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് മനസ്സമാധാനത്തെ ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലും അവർക്കിപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. കാരണം എവിടെ പോയാലും അവർ എവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യമുണ്ട്. പല ആവശ്യങ്ങളുമായിട്ട്, പല ഇറിറ്റേറ്റ് ചെയ്യുന്ന സംസാരങ്ങളുമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ബർഡനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യത്തിൽ തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിനെ കൊല്ലാനുള്ള ദേഷ്യം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും നോ പറയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ എന്ത് ആഗ്രഹം അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് ഡിമാൻഡോടുകൂടി പറഞ്ഞു കഴിഞ്ഞാലും ഈ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവരോട് നോ പറയാൻ പഠിച്ചു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ആഗ്രഹങ്ങളാണെങ്കിലും അവരുടെ വാക്കിനാണെങ്കിലും ഇപ്പോൾ വില കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടി ഒരു ടൈം പോലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നില്ല. അവരുടെ ഇഷ്ടക്കേട് ഈ ഒരു തേർഡ് പേഴ്സണിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം നിങ്ങളുടെ വ്യക്തിയെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ ഇവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി സംസാരിക്കുവാനും നാണം കെടുത്താനും ഇവർ മടിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താമസിക്കാതെ നിങ്ങളുടെ വ്യക്തിക്കുണ്ടായ ഈ ഒരു അപമാനം, അതായത് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെ മറ്റുള്ളവരെ അറിയിച്ച് നിങ്ങളുടെ വ്യക്തിയെ നാണം കെടുത്തും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണ്, ഈ തേർഡ് പേഴ്സണായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഇൻലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഇൻലോസിൻ്റെ, നിങ്ങളുടെ അമ്മായിയമ്മ ആവട്ടെ, നിങ്ങളുടെ നാത്തൂനാവട്ടെ, നിങ്ങളുടെ ആരെങ്കിലും ആവട്ടെ, ഇൻലോസായിട്ട് ആരാണ് അവരാവട്ടെ, അവരുടെ യഥാർത്ഥ ക്യാരക്ടർ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ എന്തോ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയെ അവർ യൂട്ടിലൈസ് ചെയ്തത്. അത് നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ വലിയൊരു തടസ്സമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കി. നിങ്ങൾ
അവരുടെ വരവിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി, ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി എല്ലാം റിയലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വ്യക്തി തിരികെ എത്തും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ അവരുടെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ. താമസിക്കാതെ അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, നിങ്ങൾ സ്നേഹിച്ച ഏത് വ്യക്തിയാവട്ടെ, നിങ്ങളുടെ അടുത്തൊരു വാക്ക് പോലും പറയാതെ, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്ത് നിങ്ങളെ ഇനി ലൈഫിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റിച്വൽ കാണിച്ചു തരാം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിച്വലാണ്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അവർ നിങ്ങളെ ഡയറക്റ്റായിട്ട് പോലും കാണാൻ വന്നിട്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻ്റ് റീയൂണിയൻ അവർ ആഗ്രഹിച്ച് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. ആ ഒരു റിച്വൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം ഒരു വെള്ള കളറിലെ പേപ്പറും ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജ് പോലെ നിങ്ങൾ വരയ്ക്കുക. ഒരു സർക്കിൾ വരയ്ക്കുക. ഈ ഡോട്ട്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ ഇടുക. എൻ്റെ കയ്യിൽ റെഡ് ഇങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബ്ലൂ ഇങ്ക് വെച്ചിട്ട് വരച്ച്. നിങ്ങൾ റെഡ് ഇങ്ക് തന്നെ എടുക്കുക. ഇത് വരച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു പേപ്പർ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു സിമ്പൽ ഇത് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ 2 കൈയും ഈ ഒരു സിമ്പലിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നല്ല രീതിയിൽ പറയുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി ഈ ഒരു സിമ്പലിനകത്തോട്ട് കയറുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കത് നിങ്ങളുടെ ബുക്കിനകത്തോ നിങ്ങളുടെ ഡ്രോയറിനകത്തോ നിങ്ങളുടെ കബോർഡിനകത്തോ നിങ്ങൾ കിടക്കുന്ന പില്ലോയുടെ അകത്തോ അതായത് പില്ലോയുടെ അടിയിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്രണയത്തെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പലാണ്. വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അഫർമേഷൻ ആണെങ്കിലും സ്പെൽ വർക്ക് ആണെങ്കിലും റിച്വൽസ് ആണെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മനസ്സ് അസ്വസ്ഥമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ബ്രേസ്ലെറ്റ്സ് ഉള്ളത്. നിങ്ങൾക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ലഭ്യമാണ്. തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല, നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ നിങ്ങളുടെ ഭാര്യയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല, സമയം ലഭിക്കുന്നില്ല, അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്, നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് പോയി, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലവ് അട്രാക്ഷൻ നിങ്ങളുടെ രണ്ടുപേരുടെ പേര്, നാള്, വയസ്സ് ഇതെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അതെല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് നൽകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കി നൽകുന്നതിനാൽ ഇത് വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നം ഈ ഒരു തേർഡ് പാർട്ടി ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് നൽകുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്വിച്ച് വേർഡും നിങ്ങൾക്ക് തരുന്നതാണ്. പില്ലോയുടെ തലാണയുടെ അടിയിൽ വെക്കുവാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു തേർഡ് പാർട്ടി ചെയ്ത ബ്ലാക്ക് മാജിക്ക് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ഏലസും യന്ത്രവും ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിൻ്റെ ആഴം എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോരുത്തർക്കും പരിഹാരം ചെയ്തു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലാക്ക് മാജിക്ക്, കൂടോത്രം, അതുപോലുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം ഇവിടെ പരിഹാരം ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.
ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.